ഉളുഹിയത്തിന്റെ ഇറച്ചി അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. അത് വർഗീയതല്ല. കാരണം ഇറച്ചി കൊടുക്കാൻ പറ്റൂല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പറയണോ? ഇറച്ചി കൊടുക്കാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ വർഗീയത. അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല ഈ ഇറച്ചി എന്നാണ്. അത് മുസ്ലിമീങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ. പിന്നെന്താ വർഗീയത? ഇപ്പൊ ഞാനാണ് നേർച്ചാക്കിയ എനിക്ക് തന്നെ എന്നാൻ പറ്റില്ല. അത് വർഗീയത. ഞാൻ ഉദയത്തെ നേർച്ചാക്കിയാൽ അത് കുമാരനല്ല, എനിക്ക് എന്നാൻ പറ്റില്ല. എന്റെ ഇറച്ചി എനിക്ക് എന്നാൻ പറ്റൂല. എന്താ വർഗീയത? അവര് നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോ അവിടെ വർഗീയത എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഉദുഹിയ്യത്ത് നേർച്ച ആക്കിയാൽ സുന്നത്ത് ഉജൂബായി. അപ്പൊ കൂടുതൽ കൂലിയാണ് ആഖിറത്ത് കിട്ടുക. അങ്ങനെ ആക്കിയ എനിക്ക് തന്നെ എന്നാൻ പറ്റൂല. അത് വർഗീയത. അമുസ്ലിമീങ്ങൾക്ക് ഇറച്ചി കൊടുക്ക, പൈസ കൊടുക്ക, സഹായിക്ക, ഒരണ്ടാക്കി കൊടുക്ക, വസ്ത്രം കൊടുക്ക. പക്ഷെ ഉദുഹിയ്യത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റൂല. അത് കൊടുക്കലാണ് വർഗീയത. കാരണം എന്താ? അത് മതാചാര പ്രകാരം പ്രത്യേക വ്യവസ്ഥയിൽ അർത്ഥതാണ്. അത് അവരെ കൊണ്ട് തീറ്റിക്കാൻ തന്നെ നമ്മളത് അടിച്ചേൽപ്പിക്കാന്ന് അതിന് പറയാം. കേവല അർത്ഥമല്ല. അതുകൊണ്ടാണ് ആ മസാല അങ്ങനെ വരാൻ കാരണം. അത് പറ്റൂല. ഇറച്ചി കൊടുത്തോളി. നമ്മളന്ന് പോത്താന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഒരു ആടിന് അർത്ഥോളി. അത് പറ്റൂല എന്ന് പറഞ്ഞ കാര്യം. ഇതന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാൻ തിന്നണതിന് പറ്റുവാത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ കോയിന് അർത്ഥം കൊടുക്കും. എന്നിട്ട് അവിടെ വീട്ടിലൊക്കെ കോഴി എത്തിച്ചിട്ടാ ഞാൻ ഉദയത്തിന്റെ ഇറച്ചി ഒന്നല്ല. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അത് പറ്റൂല. അവർ നിയമമാണ്. അത് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാൻ കാരണം ഞാൻ അതിപ്പോ എന്താ അതൊക്കെ സൗഹാർദ്ദത്തിന് നിരക്കാത്തല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഉദാഹരണ സഹിതം മറുപടി പറഞ്ഞത്. ഉദയത്തിന്റെ ഇറച്ചി നമുക്ക് തന്നെ എന്നാൻ പറ്റൂല. എപ്പോ? അത് ഉജൂബായി വന്നാൽ. അപ്പൊ കൂടുതൽ കൂലിക്ക് വേണ്ടി നേർച്ചാക്കിയാൽ നമുക്ക് തന്നെ എന്നാൻ പറ്റൂല. ഈ അർത്ഥോനെ നിന്നാൻ പറ്റൂല. അർത്ഥോന്റെ പുരക്കാർക്കും നിന്നാൻ പറ്റൂല. അവന്റെ ആശ്രിതർക്ക് നിന്നാൻ പറ്റൂല. മാത്രല്ല തങ്ങന്മാർക്കും കൊടുക്കാൻ പറ്റില്ല. കുമാരന് മാത്രല്ല പൂക്കോത്തങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. നിർബന്ധമായാലും ഉജൂബായാലും അതൊരു നിയമമാണ്. ആ നിയമത്തിന്റെ വഴിക്ക് പോകും. ആ സംഗതി നല്ല ചോദ്യമാണ്. നീ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചോദിക്കി. നല്ല പറയാം. ഈ മാമൂട്ടയൊക്കെ ചോദിക്കണില്ലല്ലോ. നിങ്ങളാണ് ചോദിച്ചാലേ എല്ലാരും കൂടി ചോദിക്കുള്ളൂ. എങ്ങനെ? നാട്ടിൽ ആരെങ്കിലും പുറത്ത് കൊടുക്കാം. നെക്കല് പറ്റുമല്ലേ എന്നുള്ള ചർച്ചയിൽ വരുമോ? പക്ഷെ നേർച്ചാക്കിയ മൃഗമാണെങ്കിൽ നാട്ടിലുള്ള പാവങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മുതലാളിമാർക്ക് വരെ കൊടുക്കാൻ പറ്റില്ല. നേർച്ചാക്കിയാണെങ്കിൽ ഓനും നിന്നാൻ പറ്റൂല, ഓന്റെ ആശ്രിതരും നിന്നാൻ പറ്റൂല, നാടിന്റെ പുറത്ത് കൊടുക്കാനും പറ്റൂല. നാട്ടിലുള്ള പാവങ്ങൾക്ക് എത്തിച്ചിരിക്കണം. നേർച്ചാക്കിയതാണ്. ഏലൊന്നൊരാള് നേർച്ചാക്കിയാൽ അവിടുന്ന് കുലുമ്പാന്റെ ആരംഭമായി. ഉദാഹരണം, പ്രശ്നമൊന്നുമില്ല. ഈ ചേരിനെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് നേർച്ചാക്കിയിട്ട് ചേരാണെങ്കിൽ ആ ഏഴിലൊന്നുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആക്കി ഓൻക്ക് കൊടുത്തിട്ട് ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് എത്തിക്കൽ നിർബന്ധമാണ്. ഇനിക്ക് കൂട്ടിക്കാണ്ട് സാമ്പാറാക്കി കൊടുക്കാൻ പറ്റൂല. ആ ഏഴിലൊന്നും തന്നെ നേർച്ച ഇറച്ചി ആയതുകൊണ്ട് മുതലാളിമാരെ കയ്യിലെത്താൻ പറ്റൂല, തങ്ങന്മാരെ കയ്യിലെത്താൻ പറ്റൂല, ഇവന്റെ കയ്യിലെത്താൻ പറ്റൂല, ഓന്റെ ചെലവിൽ കഴിയുന്ന ഒരാൾക്കൊട്ട് തിന്നാനും പറ്റൂല. നാട്ടിലുള്ള പാവങ്ങൾക്ക് മൊത്തം എത്തിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. ആണ് മാറ്റി വെച്ചിട്ട് അതാ രീതിയിൽ ചെയ്താൽ മതി. ഇതിക്ക് കൂട്ടിക്കലർത്താൻ പറ്റില്ല. ഒരു പ്രശ്നമില്ല. ഒരു 7 ആളുകൾ വരെ ഒരു പോത്തിലോ, ഇവിടെ പോത്തല്ലല്ലേ വേറെ നെല്ലുണ്ടാ പോത്ത് നമുക്ക് ചർച്ച ചെയ്യാം. 7 ആളുകൾ വരെ ഒരു പോത്തിൽ പോകുന്നറിയില്ല. ഇനി ഒരാൾക്ക് തന്നെ 7 നീയത്തിലും ചേരാം. ഇനി 7 ആളുകൾ വ്യത്യസ്ത നീയത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണം, ഒരാള് അക്കീക്ക് ഉദ്ദേശിച്ചു, ആളൊരു മോനക്ക് അക്കി കൊടുത്തില്ല, അപ്പൊ ഒരാളാക്കി, ഒരാൾ ഉള്ളിയെത്തു, ഒരാൾ വെറുതെ പെരുന്നാക്ക് ഒരു അറിവ്, ആൾക്ക് രണ്ടോടത്തും ചിന്ത വന്നിട്ടില്ല. ഒരാള് വെറുതെ എന്താ മൂപ്പർക്ക് തിന്നാൻ വേണ്ടി കൂടി. എത്രയായി? ഒരാള് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ അതിനാണ്ട്. വേറെ ആള് പിന്നെ വേറെ ഒരു പാവങ്ങൾക്ക് ഒരു കല്യാണം അവിടെ കൊടുക്കാനാണ്. അങ്ങനെ വ്യത്യസ്ത ചിന്തയില് നീയത്തിൽ 7 ആളുകൾ കൂടിയാലും പ്രശ്നമില്ല. പക്ഷെ അറിവിന്റെ മുമ്പായിരിക്കണം. അർത്ഥം ശേഷം ഞാൻ ഇതിൽ ഒരു ഉദയത്തിന് കൂടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനിയിപ്പോ അതൊന്നും അല്ല, കടയില്
വെള്ളിയാഴ്ച പെരുന്നാളായി വന്നു നോട്ടാ, കൊല്ലത്തെ അവസ്ഥ അല്ല പറഞ്ഞു. അപ്പൊ ഉരുളിനെ കൊണ്ടുണ്ട് അറക്കാൻ വേണ്ടി പോത്തിന് കൊണ്ടുണ്ട്. അപ്പൊ സൈതാലിയാക്കാനോട് ഇവിടെ അറക്കണ ആള് സൈതാലിയാക്കാൻ, ഇവിടെ അറക്കണ ആളെ പേര് സൈതാലിയാക്കാൻ തന്നെ. അല്ല ഇവിടെ ഈ വെള്ളിയാഴ്ച അറക്കണ ആളെ പേര് ആയിക്കോട്ടെ. ആരാ, ഞാൻ വെറുതെ ഒരു പേര് പറഞ്ഞാണ്. വെള്ളിയാഴ്ച ഇങ്ങനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ അയാളോട് പറയാം, നിങ്ങൾ ഏതായാലും വെള്ളിയാഴ്ച അറിവിന് കൊണ്ടുപോയല്ലേ, പെരുന്നാക്ക് എന്റെ ഒരു ഉദയത്ത്, അതിലൊരു ആര് എന്റെ ഉദയത്താണ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വാങ്ങിയാൽ മതി. അർത്ഥത്തിന് ശേഷം പറയാൻ പറ്റൂല, അറക്കുന്നതിന് മുമ്പ് പറയണം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മളിട്ടോ. നിങ്ങള് അറക്കുന്ന മൃഗത്തിനെ ചൂണ്ടിയിട്ടോ ആ കർമ്മത്തെ സൂചിപ്പിച്ചിട്ടോ എന്റെ ഉദയത്താണ് ഹാദിഹി ഉദുഹിയത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധമാവുന്ന, മനസ്സിലായില്ലേ? ഇതിന്റെ ഉദയത്തിന്റെ മൃഗം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് നിർബന്ധമാവും. പിന്നെ നിങ്ങൾക്കും നിന്നാൻ പറ്റില്ല, ഭാര്യക്കും കെട്ടിയോക്കും കുട്ടിയോക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല, മുതലാളിമാർക്കും കൊടുക്കാൻ പറ്റില്ല, ആ വാക്ക് പറയരുത്. അപ്പൊ നമ്മള് മൃഗത്തിന് ഇതെന്തിനാ ഈ ചോദിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും, ഇത് കുലുമാലുണ്ടാക്കാൻ ചോദിക്കാനായിട്ട് വരും. ഇതെന്തിനാ വെച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഇതെന്തിനാന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി, പെരുന്നാളൊക്കെ അല്ലേ, അല്ലെങ്കിൽ എന്റെ സുന്നത്തായ ഉദയത്താന്ന് പറഞ്ഞാൽ മതി. എന്റെ ഉദയത്താന്നാണ്ട് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് ഉജൂബായി. അതാണ് സുന്നത്തായ ഉദയത്തിൽ ചേർന്നിക്കണ പറഞ്ഞാലേ അവിടെ ഒരു സുന്നത്ത് കൂട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ നിങ്ങള് പേര് പറയുമ്പോ KMCC എന്നൊക്കെ പറയലില്ലേ, നല്ലൊരു ചെറുതെന്നാണ് കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ തൊള്ളവർക്കായിരുന്നാ മതി. അപ്പൊ നമുക്ക് പറയാം, അതെ ഈ കത്തി എന്നുള്ള ഉദയത്തിന് മാത്രമൊന്നുമല്ല. ആദ്യം നല്ലൊരു ചോദ്യം, അന്താരാഷ്ട്ര ചോദ്യം, മരണപ്പെട്ടു പോയ വാപ്പാക്കും മാക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? വസിയത്ത് വേണം. മരിച്ചവർക്ക് ഉദയത്ത് ഇറക്കണമെങ്കിൽ വസിയത്ത് നിർബന്ധം. അപ്പൊ ചില ആൾക്കാർ ഒരു ഹദീസ് ഉദ്ധരിക്കും, അലിയാര് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഉദയത്ത് അർത്തിന്നല്ലോ, ആ വസിയത്ത് ചെയ്തിരുന്നു, അറക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മരിച്ചവർക്ക് അറക്കുകയാണെങ്കിൽ വസിയത്ത് വേണം. നമുക്ക് അവർക്ക് കൂലി കിട്ടല്ലേ വേണ്ടത്. അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടി ഇറക്കുക, എന്നിട്ട് ദ്വാരക്ക പഠിച്ചോനെ ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്. സംഗതി അവിടെ എത്തി, അങ്ങനെ നമുക്ക് കിട്ടിയാ പോരെ, അവിടെ എത്തി. ഞാൻ അങ്ങനെ നമ്മൾ ഇറക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾ പറയും നമ്മൾ അറുത്തിട്ട് അതിന്റെ കൂലി അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന സംഗതി. നമ്മൾ അസല് കോപ്പി നമ്മളെ കയ്യിൽ വെക്കുക, പാസ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പി അവിടെ കൊടുക്കുക, പള്ളിക്കാട്ടും കൊടുക്കുക, അത് കുഴപ്പമില്ലല്ലോ. നിമ്മന്ന് എത്രയും ഫോട്ടോ കോപ്പി എടുക്കാം, എത്ര എടുക്കാം, അത് എല്ലാത്തിനും ഒന്ന് എടുത്തൂടെ. ഒറിജിനൽ എവിടെ വെച്ചാൽ മതി, നമ്മൾ അതിൽ വെച്ചാൽ മതി, ബാക്കി എല്ലാവർക്കും കൊടുക്കാം. അതെ, ഒരു പോത്തിൽ ഒരാൾക്ക് ഇപ്പൊ മക്കള് ജനിച്ചാൽ അക്കീക്ക സുന്നത്തല്ലോ. ഇപ്പൊ ചില ആളുകള് അയിമക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. പ്രായപൂർത്തി ആകുന്നവരെ വാപ്പാക്ക് ചെയ്യാം, സുന്നത്താണ്. പ്രായപൂർത്തിയായാൽ പിന്നെ അതിന്റെ ആ സുന്നത്തിന്റെ ഉത്തരവാദിത്വം ഈ പ്രായപൂർത്തിയായ മകന്റെ പരിധിയിലേ വരിക. അപ്പൊ നമുക്ക് കുറെ കുട്ടികളുണ്ട്, 8 വയസ്സായ കുട്ടി, 9 വയസ്സായ കുട്ടി, 11 വയസ്സായ കുട്ടി, കുട്ടികളൊന്നും അക്കി കത്തില്ല. എന്നാ എന്ത് ചെയ്താൽ മതി, ഉദയത്തിന്റെ ഇതിൽ കൂടുമ്പോ ഒരു പറയാം, ഒരു 3 ആര് വേറെ, ഒരു 4 എനിക്ക് വേണം, 3 എന്റെ മക്കൾക്കുള്ള അക്കീക്ക് എന്ന് പറഞ്ഞാൽ കൂടാ. അക്കീക്ക് ഉദയത്തൊക്കെ ഒരു മൃഗത്തിൽ ഒരുമിച്ചുകൂടിയ ഒരു പ്രശ്നമില്ല. 7 നീയത്ത് വരെ ഒരു മൃഗത്ത് പറ്റും. അത് ഒരാൾക്ക് 7 നീയത്തിലാക്കാം, 7 ആളുകൾക്ക് 7 നീയത്തിലാക്കാം. ഒരാൾക്ക് തന്നെ 7 നീയത്തിൽ പോത്ത് വാങ്ങാം. അക്കീക്ക, ഉദയത്ത്, പിന്നെ മോതിരടല്, കുട്ടികളെ കാണല്, കല്യാണത്തിന് കൊടുക്കാൻ, ഇങ്ങനെ 7 നീയത്തിൽ ഒരാൾക്ക് ഇറക്കാം. അല്ലെങ്കിൽ 6 കുട്ടികൾക്ക് അക്കീക്ക്, 1 ഉദയത്തു, അങ്ങനെ ആവാം. 6 കുട്ടികളുണ്ട്, ഒരൊറ്റ ഒന്നിനും അക്കി കറത്തില്ല, ഒക്കെ തല എരിഞ്ഞിട്ടാണ് നടക്കുന്നതും. അത് കാരണം ഇതാണ്, ഈ കുടുക്കൈറ്റാണ്. അപ്പൊ ഈ 6 കൂടി അങ്ങനെ എന്റെ 6 കുട്ടികൾക്കുള്ള അക്കീക്ക, പിന്നെ കൊല്ലം ഉദയത്തും, സുന്നത്തായ ഉദയത്തും, അങ്ങനെ ആക്കാം, അതിന് പ്രശ്നമില്ല.